നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. ചിലർ വന്ന് പറയുന്ന പരാതികളിൽ ഒന്നാണ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഉദ്ധാരണം നഷ്ടപ്പെടുന്നു എന്നത്. നല്ല മൂഡിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയം പൊടുന്നനെ ഇറക്ഷൻ നഷ്ടപ്പെടുക. ഓർക്കുക, ഇതും അപരിഹാര്യമല്ല. പക്ഷേ ഇതിന് പരിഹാരം കാണാൻ ഏറ്റവും നന്നായി നിങ്ങളെ സഹായിക്കാൻ കഴിയുക നിങ്ങളുടെ പങ്കാളിക്കാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുറന്നു പറച്ചിലാണ്, അല്ലെങ്കിൽ പങ്കാളിയിൽ അതൊരു തെറ്റിദ്ധാരണയായിരിക്കും സൃഷ്ടിക്കുക. അവൾ പോരാ എന്ന പ്രതീതിയായിരിക്കും അവളുടെ മനസ്സിലുണ്ടാവുക. പങ്കാളിയുടെ മനസ്സിൽ താൻ എന്തോ ചെയ്തത് ശരിയായില്ല എന്നതോ തന്റെ പങ്കാളിക്ക് എന്നെ ഇഷ്ടമായില്ല എന്ന തോന്നലോ അവളുടെ മനസ്സിലുണ്ടാകാം. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലുമായി ബന്ധം സ്ഥാപിച്ചുവെന്നും അതിലാണ് താനുമായി ശരിയായി ബന്ധപ്പെടാത്തത് എന്നുമൊക്കെ അവർക്ക് തോന്നാം. ഇങ്ങനെ ദാമ്പത്യം പോലും ഇതിനാൽ അപകടത്തിലാകാം. ഇത് ഒഴിവാക്കുന്നതിനായി ചെയ്യേണ്ടത് സത്യസന്ധമായുള്ള ഒരു തുറന്നു പറച്ചിലാണ്. തന്റെ പങ്കാളിയോട് തന്റെ വിഷമാവസ്ഥ പങ്കുവയ്ക്കണം. ലൈംഗികത എന്നത് ശാരീരികം എന്നതിലുപരി മാനസികമാണ്. തുറന്നു പറയാതെ വരുമ്പോൾ അതൊരു ഭയമായി മനസ്സിൽ നിറയും. അടുത്ത തവണ ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്റെ പങ്കാളിയുമൊത്തുള്ള നല്ല സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം ചിന്ത മുഴുവനും ലിംഗബലത്തെ പറ്റിയൊക്കെ ആയിരിക്കും. മനസ്സ് മുഴുവനും ആശങ്കയുമായി രീതിയിൽ ഏർപ്പെടുമ്പോൾ കുറച്ചു സമയത്തിന് ശേഷം പങ്കാളിയും അങ്ങ് മടുത്തു തുടങ്ങും. മിഴിയെങ്ങും മനമെങ്ങും എന്ന അവസ്ഥയിൽ ലൈംഗിക പരാജയ കഥ തന്നെ തുടരും. മനസ്സിലാക്കുക, ലൈംഗിക വീഴ്ച സമയത്ത് ഉദ്ധാരണം നഷ്ടപ്പെടുക എന്നത് അത്യപൂർവങ്ങളൊന്നുമല്ല. മറ്റ് ശാരീരിക രോഗങ്ങളെ പോലെ ഒരു പനി വന്ന പോലെ മാത്രം നിങ്ങൾ അതിനെ ചിന്തിക്കുക. ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മരിച്ചു പോകുമോ? ചിലപ്പോൾ ചെറിയൊരു വിശ്രമം കൊണ്ട് തന്നെ പനി മാറും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റണം. ചിലരിൽ പെട്ടെന്ന് മാറും, ഒരാഴ്ച ചിലരിൽ എടുക്കും, ചിലർക്ക് ഒരു മാസം. അതുപോലെ ഇപ്രകാരം വന്നാൽ അതിനെപ്പറ്റി ആദി പിടിക്കാതെ പങ്കാളിയുമായി തുറന്നു പറഞ്ഞ് പങ്കാളിയുടെ സഹകരണത്തോടു കൂടി പുറത്തു വരണം. സ്വയമായി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളും പങ്കാളിയും ഇവിടെ വിളിച്ച് മുൻകൂട്ടി സമയം നിശ്ചയിച്ചെത്തിയാൽ ഞാൻ സഹായിക്കാം. നിങ്ങളുടെ പ്രദേശത്തുള്ള നല്ല ഡോക്ടർമാരും നിങ്ങളെ ഇതിൽ സഹായിക്കാതിരിക്കില്ല. ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാം സ്വയം പരിഹരിക്കാൻ സാധിക്കില്ല എന്നും തിരിച്ചറിഞ്ഞ് ഓരോന്നിനും അനുയോജ്യരായവരെ കണ്ടെത്തി അത് പരിഹരിക്കണം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ ഇലക്ട്രീഷ്യനെയും, കാർ നന്നാക്കാൻ മെക്കാനിക്കിനെയും അന്വേഷിച്ചൊക്കെ നമ്മൾ നടക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങളും. ആരോഗ്യകരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് വിദഗ്ധരുടെ സേവനം തേടണം. There is nothing called impossible, but it is now not possible. It is possible when we find a way to do it. We have to search for that. അസാധ്യമായി ഒന്നുമില്ല, എന്നാൽ അത് സാധ്യമാക്കുന്നത് അന്വേഷണമാണ്. ഇപ്പോൾ അസാധ്യമാണെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രം. അതറിയാൻ അന്വേഷിക്കണം. അറിവുള്ളവർ നിങ്ങളെ സഹായിക്കും. അറിവുള്ളവരോട് ചോദിക്കണം. അറിവുള്ളവരോടേ ചോദിക്കാവൂ. നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നതിനായി ഒരാളോട് വഴി ചോദിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾ തെറ്റായ വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിലോ ഗൂഗിൾ മാപ്പിൽ തെറ്റായ സ്ഥലമിട്ട് യാത്ര ചെയ്ത് ശരിയായ സ്ഥലത്തെത്തും എന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ചുറ്റുമുള്ള സുഹൃത്തുക്കളുമായി ഇത് പങ്കുവെച്ച് അബദ്ധത്തിൽ ചാടിയ പലരുമുണ്ട്. അതിനാൽ യോഗ്യരായവരെ കണ്ടെത്തി അവരുടെ സേവനങ്ങൾ തേടുക. ആരോഗ്യവും ആനന്ദവും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകട്ടെ. പരാജയം എന്നത് ശാശ്വതമല്ല. അത് ശാശ്വതമാകുന്നത് വിജയിക്കാൻ വീണ്ടും ശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ്. വിജയ വഴികളിൽ എത്താൻ ശ്രമിക്കുന്നവർക്ക് പരാജയം സ്വാഭാവികമാണ്. വിജയം ഒഴിവാകും പരാജയം ഒഴിവാക്കിയാൽ. ഓരോ പരാജയവും നിങ്ങൾ ആഘോഷമാക്കുക. കാരണം നമ്മൾ വിജയത്തിലേക്ക് അടുക്കുകയാണ്. വിജയിക്കുന്നത് വരെ നമ്മൾ പരാജയപ്പെടണം. ഓരോ തവണയും പരാജയത്തിനെ പഠിച്ച് പരാജയ കാരണങ്ങൾ ഒഴിവാക്കി വീണ്ടും ശ്രമിച്ച് നമ്മൾ വിജയിക്കുക. അന്തിമ വിജയം നിങ്ങളുടേതാണ്. കൂട്ടിന് ഞങ്ങളുമുണ്ട്. നിങ്ങൾ ഓരോ വിജയത്തെ പറ്റിയും ചിന്തിക്കുക. അവർ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. എബ്രഹാം ലിങ്കന്റെ കഥ മാത്രം മതി നല്ല ഉദാഹരണമായി. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും നല്ല ബന്ധുവും ശത്രുവും. മനസ്സിനെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് വിജയിക്കണം. വീണ്ടും കാണാം.